ഇന്നത്തെ റെസിപ്പി നമുക്ക് ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മധുരമുള്ള ഐറ്റമാണ് ക്യാരറ്റ് പോള. ക്യാരറ്റും മുട്ടയൊക്കെ വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ക്യാരറ്റാണ്. ഇതിപ്പോൾ ഒരു 3 വലിയ ക്യാരറ്റ് ഞാനിങ്ങനെ വട്ടത്തിൽ മുറിച്ച് വെച്ചേക്കാണ്. ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുക. ക്യാരറ്റ് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരണം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇത് ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് കുറച്ച് സമയം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇനിയൊരു 2 ഏലക്കായ ഇട്ട് കൊടുക്കുക. പിന്നെ പാൽപ്പൊടി ചേർക്കണം. 4 ടീസ്പൂൺ പാൽപ്പൊടിയാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് പഞ്ചസാര വേണം. പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അളവിൽ മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇതന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇനിയിപ്പം കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കുക. അധികം ആവരുത്, ജസ്റ്റ് ഒരു നുള്ളു മാത്രം മതി. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. അധികമൊന്നും വേണ്ട, 4 ടീസ്പൂൺ തന്നെ മതി. എന്നിട്ട് മിക്സി അടച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് വേവിക്കാതെ ഉണ്ടാക്കാം. പക്ഷേ ഞാനൊരു പ്രാവശ്യം അങ്ങനെ വേവിക്കാതെ ഉണ്ടാക്കി നോക്കിയപ്പം എനിക്കത് അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വേവിച്ചിട്ട് ചെയ്യുന്നത് കാണിച്ചു തരുന്നത്. ഇതാണ് മറ്റതിനെ വെച്ച് നോക്കുമ്പം കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പോളൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റവ് കത്തിച്ചിട്ട് ഇതുപോലൊരു തട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഒരു സോസ് പാൻ അതിൻ്റെ മേലെ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊരു ചെറിയ സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെറുതെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോളക്ക് കുറച്ചും കൂടെ ഹൈറ്റ് കിട്ടും. അതല്ല പരന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ അത്ര ഹൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ചെറിയ സോസ് പാൻ നോക്കിയിട്ട് എടുക്കുക. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെക്കുക. എന്നിട്ടത് സെറ്റ് ആവാൻ തുടങ്ങുമ്പം മൂടി മാറ്റിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഗാർണിഷ് ചെയ്യുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണമെങ്കിൽ ആദ്യം നെയ്യിൽ വറുത്തിട്ട് അത് വെച്ച് കൊടുക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആവും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ സാധാ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം സിമ്മിലേക്ക് ആക്കുക. 15 മുതൽ 20 മിനിറ്റ് വരെയാണ് ഇത് കുക്കാവാനായിട്ട് എടുക്കുന്നത്. പക്ഷേ ഓരോരുത്തരുടെ ഫ്ലെയിമിൻ്റെ ഹീറ്റിനനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഒരു കത്തിയോ അല്ലെങ്കിൽ സ്ക്യൂവറോ എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിൽ ഒന്നും പറ്റി പിടിച്ചതായിട്ടില്ലെങ്കിൽ കുക്കായി എന്നാണ് അർത്ഥം. അങ്ങനെ ഞാനിപ്പോൾ ഒരു കത്തി വെച്ച് കുത്തി നോക്കിയപ്പം അത് ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ക്യാരറ്റ് പോള കുക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേൽഭാഗം ഒന്ന് കളറ് മാറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വേറെ ഫ്രൈ പാൻ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെക്കുക. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുപ്പിച്ചും കഴിക്കാം, ചൂടോടെയും കഴിക്കാം. 2 രീതിയിലും നല്ല ടേസ്റ്റാണ്. ഞാൻ തണുപ്പിച്ചിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റാണിത്. നമുക്ക് ഇഫ്താറിന് എന്തെങ്കിലും മധുരത്തിൽ കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക. മിസ്സസ് മലബാർ എന്നാണ് ഇൻസ്റ്റ ID. പിന്നെ വീഡിയോ
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്